ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ശ്രീജൻ എന്നാണ്. കോഴിക്കോടാണ് താമസം. നമ്മളിത് രണ്ടാമത്തെ എപ്പിസോഡാണ്, റിയൽ പാരൻറ്റിങ്. ശരിക്കും ഒരു കുട്ടി ഏത് ലെവലിൽ എത്രത്തോളം വലിയൊരു ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും കുട്ടിയെ വലിയ വലിയ പൈസ കൊടുത്ത് വലിയ വലിയ സ്ഥാപനങ്ങളിൽ വലിയ വലിയ കോഴ്സുകളൊക്കെ ചെയ്യണം, അപ്പോഴേ കുട്ടിക്ക് കൂടുതൽ പൈസ കിട്ടും എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ACCA CA ഒക്കെ കോഴ്സിന് 5 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് മെഡിക്കൽ എൻട്രൻസിൻ്റെ എക്സാമിനേഷനൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ സീറ്റൊക്കെ വാങ്ങി റെഡിയാക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് കുട്ടികളിൽ ഈ ഒരു വലിയൊരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ പണം ചിലവാക്കണം എന്നില്ല. ഒരുപക്ഷെ ഒരു ബൂസ്റ്റിങ്ങിന് ചില സമയത്ത് നമുക്കത് വേണ്ടി വരും, എന്നാലും നമുക്ക് വലിയൊരു ലെവലിലേക്ക് കുട്ടി എത്തിക്കാൻ പറ്റും. ആ ഒരു ലെവലിലുള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സത്യസന്ധതയാണ്. സത്യസന്ധത പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. നമ്മൾ യാതൊരു കാരണവശാലും കുട്ടിയോട് സത്യസന്ധമല്ലാത്ത രീതിയിലൊന്നും പെരുമാറാൻ പാടില്ല. വളരെ സത്യസന്ധമായിട്ട് മാത്രമേ കുട്ടിയോട് പെരുമാറാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്ക് തിരിച്ച് ഒരു ഡ്യൂപ്ലിക്കേഷൻ കുട്ടിയുടെ ഭാഗത്തുനിന്ന് വരും. അത് സത്യസന്ധത തന്നെയായിരിക്കും. ലൈഫ് ശരിക്കൊരു ഡ്യൂപ്ലിക്കേഷനാണ്. നമ്മളെന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചു വരിക. ഇപ്പോൾ ഇന്ന് നിങ്ങൾ കുട്ടികളോട് പറയുന്നുണ്ട്, ഇപ്പോൾ കുട്ടികളോട് പറയും മരുന്ന് കഴിക്കണം, മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ അസുഖം മാറില്ല, അതുകൊണ്ട് മരുന്ന് കഴിക്കണം. കാരണം കുട്ടിക്ക് മരുന്ന് കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോഴാണ് നമ്മൾ കുട്ടിയോട് പറയുന്നത് മരുന്ന് കഴിക്കണം, മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ അസുഖം മാറില്ല, അതുകൊണ്ട് മരുന്ന് കഴിക്കണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അസുഖം വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കാനും മടി കാണിക്കും. അപ്പോഴവരോട് നമ്മൾ പറയും ഭക്ഷണം കഴിക്കണം, വലുതാവണ്ടേ, ഭക്ഷണം കഴിക്കേണ്ട, ഭക്ഷണം കഴിച്ചാലല്ലേ വലുതാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഭക്ഷണം കഴിപ്പിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം ബാത്റൂമിലൊക്കെ കുട്ടി പോകാൻ സമയത്ത് വഴിക്കലിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ പറയും നോക്കണം, വഴിക്കലുണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിക്കണം, സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്, സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ കാലിൻ്റെ എല്ല് പൊട്ടും, അപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ പറയും. ഇതേ സംഗതി തന്നെയാണ് വർഷങ്ങളായി കഴിയുമ്പോൾ കുട്ടി നമ്മളോട് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ പ്രായമായിട്ടുണ്ടാവും, അതായത് പേരൻറ്റ് പ്രായമായിട്ടുണ്ടാവും. പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരൻസിന് ഗുളിക കുടിക്കാനൊക്കെ മടിയാണ്. അപ്പോൾ ഈ കുട്ടി പണ്ട് പറഞ്ഞതാണ് പേരൻസിനോട് പറയുക, നിങ്ങൾ ഗുളിക കുടിക്കണം, അസുഖം മാറാഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക, അസുഖം മാറണമെങ്കിൽ നമ്മൾ ഗുളിക കഴിക്കണ്ടേ എന്നൊക്കെ കുട്ടി നമ്മളോട് പറഞ്ഞു കൊടുക്കും. ഇത് നമ്മൾ ഒരു 10-40 വർഷം മുമ്പ് കുട്ടിയോട് പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പ്രായമായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ മടി, എനിക്ക് വേണ്ട, മതി, ഞാൻ കഴിക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു തുടങ്ങും. ഉച്ചയ്ക്കായാലും രാവിലെ ആയാലും ഭക്ഷണം കഴിക്കൂല, നമ്മളുണ്ടാക്കി കൊടുത്താലും അവർ കഴിക്കൂല. അപ്പോൾ അത് തിരിച്ചന്നേരം നമ്മൾ ഭക്ഷണം കഴിക്കാൻ എങ്ങനെ ശരിയാകുക, നമുക്ക് ക്ഷീണം ഉണ്ടാവില്ലേ, ഉന്മേഷമൊക്കെ കിട്ടിയൊന്ന് നടക്കണമെങ്കിലൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാൻ ശരിയാകുമോ. ഇത് നമ്മൾ 40, 45, 50 വർഷം മുമ്പ് ആ കുട്ടിയോട് പറഞ്ഞ സെൻറ്റൻസാണ്. അതുതന്നെയാണ് നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് പറയാം. ബാത്റൂമിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം, വഴിക്കലുണ്ട്, താഴെ വീണ് കാലിൻ്റെ എല്ല് പൊട്ടും, കൈയുടെ എല്ല് പൊട്ടും എന്നൊക്കെ നമ്മൾ പാരൻ്റ് കുട്ടി പറഞ്ഞിട്ടുണ്ട്. കുട്ടിയോട് 40-50 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നെയാണ് കുട്ടി വീണ്ടും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈഫ് ഈസ് എ ഡ്യൂപ്ലിക്കേഷൻ. നിങ്ങൾ കുട്ടിയോട് എന്തെല്ലാമൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ഇതൊക്കെ കുട്ടി തിരിച്ചു പറയും. അപ്പോൾ നിങ്ങൾ കാണിച്ച സത്യസന്ധത അതൊന്നും കുട്ടിയിലും കാണാൻ പറ്റും. അപ്പോൾ സത്യസന്ധത വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് കുട്ടിയുടെ ലൈഫിൽ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ. ഈ സത്യസന്ധത കുറയുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ദുരിതം അനുഭവിക്കുന്നത്. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തന്നെ പല ദുരിതങ്ങൾ നമ്മൾ ഫാമിലിയിൽ അനുഭവിക്കുന്നതിന് ഒരു പ്രധാന കാരണം സത്യസന്ധത കുറവാണ്. ശരിക്കും ഓരോരുത്തരും ഒറ്റയ്ക്ക് ഇരുന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക, അപ്പം മനസ്സിലാവും ശരിയാണ് ഈ പറഞ്ഞ കാര്യമെന്ന്. സത്യസന്ധത ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. സത്യസന്ധത ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പണം വരാനുണ്ടാവും, പണമൊക്കെ നമുക്ക് വരാനുണ്ട്, നമുക്ക് ചിലപ്പോൾ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടാവും, സത്യസന്ധത ഇല്ലായ്മ കാരണം ആ ജോലി നഷ്ടപ്പെട്ടു. അപ്പം നമ്മളിലുള്ള സത്യസന്ധത വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്.
അത് കുട്ടിയുടെ പൊട്ടൻഷ്യൽ വർദ്ധിപ്പിക്കുന്നൊരു സാധനമാണ് ഈ സത്യസന്ധത, ഓണസ്റ്റി. ആ ഓണസ്റ്റി നമ്മളെപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. കുട്ടിയോട് ഒരു കാരണവശാലും നിസ്സാരമായ കളവ് വരെ പറയാൻ പാടില്ല. ഒരു പക്ഷേ നമ്മൾ തമാശയ്ക്ക് പറയുന്നതായിരിക്കാം. ഇപ്പോൾ നമ്മൾ പുറത്താണുള്ളത്, ആ സമയത്ത് ഫോൺ ചെയ്ത് വിളിച്ചു ചോദിച്ചു എവിടെയുള്ളത്, അച്ഛൻ എവിടെയുള്ളത്, അല്ല അമ്മ എവിടെയുള്ളത് എന്ന് വിളിച്ച് ചോദിച്ചാൽ നമ്മൾ എക്സാക്റ്റ് പൊസിഷൻ എവിടെയാണുള്ളത് അവിടെ പറയണം. ഒരുപക്ഷെ നമ്മൾ ടൗണിൽ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതായിരിക്കാം. അപ്പോൾ നമ്മൾ അവിടെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് കുട്ടി വിളിക്കുന്നത്. അപ്പോൾ കുട്ടി വീട്ടിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾക്ക് പറയാനൊരു മടി. കാരണം അവനെ കൊണ്ടുവന്നിട്ടില്ല, ഇനി അതിന് എന്തെങ്കിലും വർത്തമാനം പറയുമോ, അവനെ വിഷമാവുമോ എന്ന് വിചാരിച്ച് നമ്മൾ കളവ് പറയും. നമ്മൾ അന്നേരം അവനോട് പറയും, എനിക്ക് പഞ്ചായത്ത് ഓഫീസിലൊരു കാര്യം ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ വന്നതാണ്, വില്ലേജ് ഓഫീസിൽ പോയതാണ്, പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഹോസ്പിറ്റലിൻ്റെ അവരെ കാണാൻ പോയതാണ്. ഇങ്ങനെ സ്ഥാനങ്ങളൊക്കെ മാറ്റി കളവ് പറയാണ്. ഇത് ഏതെങ്കിലും ഒരു ദിവസം അന്ന് കുട്ടി മനസ്സിലാക്കുന്നുണ്ടാവും. കാരണം കുട്ടിയുടെ ഏജ് അങ്ങനെ ആയതുകൊണ്ട് അറിയണ്ടാവില്ല. പിന്നീട് തുടർച്ചയായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്കതൊരു ശീലമാവും. കുട്ടിയോട് കറക്റ്റ് ലൊക്കേഷൻ പറയാതെ നുണ പറയുന്ന നമുക്കൊരു ശീലമായി മാറും. ആ സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുട്ടി അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതുവരെയുള്ള അവൻ്റെ ഇമ്പ്രഷൻ മാറും. അപ്പോൾ അവൻ ചിന്തിക്കും, 100 കണക്കിന് പ്രാവശ്യം ഞാൻ ഇതേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, അന്നൊക്കെ എൻ്റെ അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ അമ്മ എങ്ങനെയാണ് പറഞ്ഞത്, അപ്പോൾ അത് കളവല്ലേ. നമുക്ക് കുട്ടിയോട് കളവ് പറയാൻ സൗകര്യമാണ്, ഭർത്താവിനോട് കളവ് പറയാൻ പേടിയാണ്, ഭാര്യയോട് കളവ് പറയാൻ പേടിയാണ്, അല്ലെങ്കിൽ അച്ഛനോടോ നമ്മളെ പ്രായമുള്ള ആൾക്കാരോട് കളവ് പറയാൻ പേടിയാണ്. പക്ഷേ പ്രായം കുറഞ്ഞവരോട് കളവ് പറയാൻ വളരെ നിസ്സാരമായിട്ട് പറയും. തിരിച്ചാണിത് വേണ്ടത്. നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ ഇനി നമ്മളെ ലൈഫിലൊന്നും ഇതിന് വലിയ വ്യത്യാസമൊന്നും വരുത്താൻ പോകുന്നില്ല. കാരണം അവർ വലുതായി, നമ്മൾ വലുതായി കഴിഞ്ഞു. നമ്മൾ 10, 35, 40 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അച്ഛനും അമ്മയോട് നമ്മൾ കളവ് പറയരുത്. പക്ഷെ എന്നാലും കളവ് പറഞ്ഞാൽ വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ കുട്ടികളോട് യാതൊരു കാരണവശാലും കളവ് പറയാൻ പാടില്ല. കാരണം അത് നാളെ മുട്ടിട്ട് പൂവായി വിരിയേണ്ട ഒരു സാധനമാണ് കുട്ടി. അപ്പോൾ അത് മുരടിച്ചു പോകും. ഞങ്ങളുടെ പല പേരൻസ്, ഒരുപാട് ആളുകളായിട്ടുള്ള വർഷങ്ങളോടുള്ള പല പരിചയം, പല ഭാഗത്തും പുറത്തും സ്വദേശത്തും വിദേശത്തുമൊക്കെ പോയ സമയത്തൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം, അവരുടെ ഫാമിലിയിൽ അവർ കളവ് പറയുന്നുണ്ട്. പലരും കളവ് പറഞ്ഞ് തന്നെ എന്നോട് നിസ്സാരമായിട്ട് പറഞ്ഞു, ഞാൻ വൈഫിനോട് ഇങ്ങനെ കളവ് പറഞ്ഞു, ഞാൻ കുട്ടികളെ വിളിച്ചപ്പോൾ ഞാൻ കുട്ടിയോട് ഇങ്ങനെ കളവ് പറഞ്ഞു എന്നൊക്കെ അവരെന്നോട് നേരിട്ട് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. കാരണം അവർ ചെയ്യുന്നത് അവരറിയാതിരിക്കണം. അതൊരു തമാശയായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ ഇറ്റ് വിൽ എഫക്റ്റ് ദ ലൈഫ് ഓഫ് ദ ചൈൽഡ്, ഇറ്റ് വിൽ എഫക്റ്റ് ദ എൻ്റയർ ഫാമിലി. സോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കളവ് പറയാൻ പാടില്ല. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇതുപോലൊരു വീഡിയോ ആരും ചെയ്യില്ല. ഇതുപോലെ വീഡിയോ ചെയ്യാത്തതിന് ഒരു കാരണം, വീഡിയോ ചെയ്യുന്ന ആളുകളും സത്യസന്ധരായിരിക്കണം. അതൊരു പ്രശ്നമാണ്. ഞാൻ പലപ്പോഴും നോക്കിയ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് സംസാരിക്കില്ല ആളുകൾ. സംസാരിക്കാത്തത് കാരണം സംസാരിക്കാൻ അധികാരിയായിരിക്കണം. അതൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ലൈഫിൽ സത്യസന്ധത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും അവനോട് ചോദിക്കണം. നമ്മളെപ്പോഴും കുട്ടിയോട് ചോദിക്കണം, എന്തെങ്കിലും ഞാൻ നിന്നോട് എന്തെങ്കിലും കളവ് പറഞ്ഞോ, നിനക്ക് ഞാൻ പറഞ്ഞ ഏതെങ്കിലും കളവ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഡെയിലി ചോദിക്കണം. അപ്പോഴാണ് സത്യസന്ധതയുടെ ആ ഒരു ഇമ്പോർട്ടൻസ്, സത്യസന്ധതയുടെ മഹത്വം കുട്ടി മനസ്സിലാക്കുക. ഈ സത്യസന്ധത ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളൊക്കെ പല സ്റ്റോറി ബുക്കിലൂടെയും കുട്ടി വായിച്ച് പഠിക്കുന്നത്. സ്കൂളുകളിലൊക്കെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ പല കഥകളും പല പാഠഭാഗങ്ങളും കുട്ടികൾ പഠിക്കുന്നതൊക്കെ തന്നെ സത്യസന്ധതയിലൂടെ എങ്ങനെ മുന്നേറാം, സത്യസന്ധത കൊണ്ട് ഒരാൾക്കുണ്ടായ വിജയം, സത്യസന്ധത ഇല്ലായ്മ കൊണ്ട് അയാൾക്കുണ്ടായിട്ടുള്ള നഷ്ടം, പരാജയം, ഇതൊക്കെയാണ് കുട്ടി സ്കൂളിൽ നിന്നിട്ട് പഠിക്കുന്നത്. ഭാഷാ പഠനത്തിൽ ഇവിടെയൊക്കെ തന്നെ വളരെ സത്യസന്ധമായിട്ട് പെരുമാറാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മളിപ്പോൾ കാണാം പല സ്ഥലത്തും ബാങ്കിൻ്റെ മാനേജർ ബാങ്കിനെ പറ്റിച്ചു പോയി, ഒരു കമ്പനിയുടെ മാനേജർ അതിനെ പറ്റിച്ചു പോയി, ഒരു അക്കൗണ്ടൻറ്റ് പൈസയായിട്ട് മുങ്ങി. ഇങ്ങനെ വലിയ വലിയ ക്വാളിഫൈഡ് ആയിട്ട് ആൾക്കാർ വരെ കളവ് ചെയ്യുന്നതിന് കാരണം അവർ നല്ലൊരു ബോയ് ആയിരുന്നില്ല. ഓൺലി എ ഗുഡ് ബോയ് വിൽ ബിക്കം എ ഗുഡ് ഫാദർ. ഓൺലി എ ഗുഡ് ബോയ് വിൽ ബിക്കം എ good father. Only a good girl will become a good mother. Only a good student will become a good teacher. Only a good follower will become a good leader. അതാണ് തിയറി. ഒരു നല്ലൊരു ആൺകുട്ടിക്ക് മാത്രമേ നല്ലൊരു അച്ഛനാവാൻ പറ്റുള്ളൂ.
നല്ലൊരു പെൺകുട്ടിക്ക് മാത്രമേ നല്ലൊരു അമ്മയാവാൻ പറ്റുള്ളൂ. നല്ലൊരു വിദ്യാർത്ഥിക്ക് മാത്രമേ നല്ലൊരു ടീച്ചറാവാൻ പറ്റുള്ളൂ. നല്ലൊരു ഫോളോവർക്ക് മാത്രമേ നല്ലൊരു ലീഡറാവാൻ പറ്റുള്ളൂ. ഇതൊരു അടിസ്ഥാന തത്വമാണ്. ഇത് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. നമ്മളിപ്പോൾ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആദ്യം ചോദിക്കുന്നത് കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കേണ്ടത്. നമ്മളൊരു കുട്ടിയെ കണ്ടാൽ പേരെന്താണെന്ന് ചോദിക്കരുത് ആദ്യം. അത് ചോദിക്കേണ്ടെന്നല്ല കേട്ടോ, ചോദിക്കാം. പക്ഷെ അതല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മളൊരു കുട്ടിയെ കണ്ടല്ലോ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ആർ യു ഗുഡ് ബോയ്, ആർ യു ഗുഡ് ഗേൾ? ഈ ചോദ്യമാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അവിടുന്ന് തിരിച്ച് ആൻസർ വരും, ദെൻ വൈ. അതെ, ഞാൻ നല്ലൊരു ആൺകുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്താ കാണുന്നത് അതിലൂടെ? ദെൻ ഓൺലി യു വിൽ ബിക്കം എ ഗുഡ് ഫാദർ. നീ നല്ലൊരു ആൺകുട്ടിയാണെങ്കിൽ മാത്രമേ നീ നല്ലൊരു അച്ഛനാവാനുള്ള ചാൻസ് ഉള്ളൂ. നീ നല്ലൊരു പെൺകുട്ടിയാണെങ്കിൽ മാത്രമേ നീ നല്ലൊരു അമ്മയാവാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പം നമുക്ക് കാണാം, പല ആളുകളും, അമ്മമാരായിട്ടുള്ള പല ആളുകളും നമുക്ക് കാണാം. അവരമ്മമാരാണ്, അവർ കോറൽസമാണ്, അവർ ശണ്ട കൂടുന്ന ടൈപ്പാണ്, എപ്പോഴും ദേഷ്യം പിടിക്കും, ചീത്ത പറയും, അവർ വേണ്ടാത്തതിനും വേണ്ടതിനൊക്കെ വർത്താനം ഓവറായിട്ട് പറയും. ചില സമയം അവരെന്ന് ചിന്തിക്കും, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? ദേ വേർ നോട്ട് ഗുഡ് ഗേൾസ്, ദേ വേർ നോട്ട് ഗുഡ് ബോയ്സ്. അവർ നല്ല ആൺകുട്ടികളോ നല്ല പെൺകുട്ടികളോ ആയിരുന്നില്ല പണ്ട്. അവർ നല്ല ആൺകുട്ടികളോ നല്ല പെൺകുട്ടികളോ ആയിരുന്നില്ല, നല്ലൊരു പെൺകുട്ടി ആയിരുന്നില്ല അവർ. അതുകൊണ്ടാണ് നല്ലൊരു മദറാവാത്തത്, അല്ലെങ്കിൽ നല്ലൊരു മദറാവാൻ അവർക്ക് സാധിക്കാത്തത്. അവർ നല്ലൊരു പെൺകുട്ടി ആവാഞ്ഞത് കൊണ്ടാണ്, അവർ നല്ലൊരു ആൺകുട്ടി ആവാഞ്ഞത് കൊണ്ടാണ് അവർ നല്ലൊരു അച്ഛനാവാൻ പറ്റാത്തത്. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളിങ്ങനെ ചീത്ത പറയും, ഡാ ഇടി. കുട്ടികളൊന്നും ഒരു കാരണവശാലും എടാന്നോ എടീന്നോ ഒന്നും വിളിക്കരുത്. കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ കുറയും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, വലിയ വലിയ അരിസ്റ്റോക്രാറ്റ് ഫാമിലിയുള്ള ആളുകളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കണം, അവരങ്ങനെ എടാ പോടാന്നൊന്നും വിളിക്കുന്നില്ല. നമ്മളിങ്ങനെ വിളിച്ചിട്ട് നമ്മളൊരു അധികാരിയായി മാറുക. ഞാനും എൻ്റെ അച്ഛനാണ് എന്ന് അറിയിക്കേണ്ടിയിട്ട് നമ്മളെ മനസ്സിന് പറയേണ്ടിയിട്ട്, ഞാനും എൻ്റെ അച്ഛനാണ്, ഞാനും എൻ്റെ അമ്മയാണെന്നൊക്കെ അറിയിക്കേണ്ടിയിട്ട്, എടാ ഇങ്ങോട്ട് വാടാ, എടി, പൊടി എന്നൊക്കെ നമ്മളിങ്ങനെ വിളിക്കും. കാരണം നമ്മൾ അധികാരിയാണെന്ന് എല്ലാവരും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞോട്ടെ ഞാൻ ഈ കുട്ടിയുടെ അച്ഛനാണെന്നും. ആ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ സൈക്കോളജി അതായിരിക്കാം. ഒരു കാരണവശാലും നിങ്ങൾ കുട്ടിയെ എടാന്നോ എടീന്നോ വിളിക്കാൻ പാടില്ല. ഒരു കോമഡി ആയിട്ട് പറയും, ഡാഡി എന്ന് പറഞ്ഞ ആൾ ഇത് വിളിക്കുന്ന ആളാണ്. ഡാ ഡി, ഡാ ഡി, ഡാ ഡി, ഡാ ഡി, ഡാഡി. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കാരണവശാലും കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കും. കുട്ടി ഡിഫിഡൻ്റായി മാറും. ഹി വിൽ ബിക്കം എ ഡിഫിഡൻറ്റ് ബോയ് ഓർ ഷി വിൽ ബിക്കം എ ഡിഫിഡൻറ്റ് ഗേൾ. ഒരു ഡിഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായി മാറും, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയായി മാറും. അപ്പോൾ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കാൻ ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വളരെ മൈന്യൂട്ടായിട്ട് വളരെ ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കേണ്ട പോയിൻ്റാണത്. അപ്പോൾ ആ അച്ഛനമ്മമാർ ബാഡായിരുന്നു അല്ലേ? അവരൊന്നും ഗുഡ് ഫാദറല്ല, ഗുഡ് മദറല്ല. എന്തുകൊണ്ട്? അവരൊന്നും ഗുഡ് ബോയ് ആയിരുന്നില്ല, ഗുഡ് ഗേളും ആയിരുന്നില്ല. എന്തുകൊണ്ട് അവർക്ക് ഗുഡ് ഗേളും ഗുഡ് ബോയ് ആകാൻ കഴിഞ്ഞില്ല? അവരുടെ അച്ഛനും അമ്മയ്ക്കും സത്യസന്ധത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരൊരു ബാഡ് ബോയും ബാഡ് ഗേളുമായി മാറിയത്. ആ ബാഡ് ബോയും ബാഡ് ഗേളും പിൽക്കാലത്ത് ബാഡ് മദറും ബാഡ് ഫാദറുമായി മാറി. അപ്പോൾ ഇത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പോയിൻ്റാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അതുകൊണ്ടാണ് ഞാൻ ഒരു കാരണവശാലും അങ്ങനെ വിളിക്കരുത്. വേറെ ആരെ വിളിച്ചാൽ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നിന്നെ ആരെ ഇടാന്ന് വിളിച്ചല്ലോ, എന്തിനാ വിളിച്ചത്, നീ എന്താ ചെയ്തത്, അതൊക്കെ വലിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണണം. കുറച്ച് സമയത്തെങ്കിലും അത് അവനോട് ചോദിക്കണം. കാരണം എടാന്നോ എടീന്നോ വിളിക്കുന്നതൊക്കെ മഹാപാവമായിട്ട് കുട്ടിയുടെ മനസ്സിലുണ്ടാവണം. എങ്കിൽ മാത്രമേ ആ കുട്ടി ഒരു ലെവലിലേക്ക് വരുള്ളൂ. ഞാൻ കണ്ടിട്ട് പല പേരൻസും അല്ല, ടീച്ചേഴ്സ് തന്നെ കുട്ടികളെ എടാ എടി എന്നൊക്കെ വെറുതെ വിളിക്കുന്നത്. എന്തോ അധികാരത്തിലാണ്. ഞങ്ങൾ ടീച്ചറാണ്, പഠിപ്പിക്കാൻ പറ്റുന്ന ആളാണ്, അധ്യാപകരാണ്. ഈ അധ്യാപകർ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി കാണിക്കണ്ടേ? ആ ഒരു ക്വാളിറ്റിയിലേക്ക് അവർ പോകില്ല. വെറുതെ കുട്ടികൾ എടാ എടി, അവൻ്റെ പേരുണ്ടല്ലോ അത് വിളിക്കാമല്ലോ. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ വളരെ സ്വാധീനം കുട്ടിയിലുണ്ടാകും. കാരണം കുട്ടി എങ്ങനെയാണ് കാണുന്നത്? സ്കൂളിൽ നിന്ന് അച്ഛൻ എടാ എടി എന്നൊക്കെ വിളിക്കും, അവനും വലുതായി കഴിഞ്ഞാൽ അതിനെ വിളിക്കും. So I told you, life is a duplication. Life is a duplication. So when you do something, it will be duplicated.
When you do something, wherever it may be in the house, in the home, it may be in the working place, it may be in the hospital, it may be wherever you work, it will affect. So that's why I tell you very honestly that duplication is life. Life is a duplication. So whatever the things you gave, you provided, it will be like boomerang. ഇതൊരു ബൂമറാങ്ങിനെ പോലെയാണ്, അത് തിരിച്ച് നമുക്ക് അടിക്കുന്നത്. അത് തിരിച്ചു വരും, നമ്മളിലേക്ക് തന്നെ അത് തിരിച്ചു വരും. അതുകൊണ്ട് സത്യസന്ധമായ നിലപാടിലൂടെ കുട്ടിയായിട്ട് മുന്നോട്ട് പോകണം. അത് ഏതെങ്കിലും ഭാഗത്ത് മൈന്യൂട്ടായിട്ടുള്ള ഒരു എലമെൻ്റ് ഓഫ് ഓണസ്റ്റി നിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയെ ബാധിക്കും. അവൻ നാളെ ഒരു ഡിസോണസ്റ്റായി മാറും. സോ ഇഫ് യു വാണ്ട് ടു ബിക്കം ആൻ ഓണസ്റ്റ് റിച്ച്, you have to follow these instructions. Okay, all the best. Thank you.